ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂവി ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജപ്പാനിൽ 1600കളിൽ നടന്ന സംഭവമാണ്. ഈ സമയത്ത് മതം മാറുന്നവരെ ജപ്പാൻ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുവെന്നും അവരെ മതം മാറ്റാൻ ജപ്പാൻ എന്തൊക്കെ ചെയ്യുന്നുവെന്നും നമുക്ക് ഇതിലൂടെ കാണാം. ഈ സിനിമയുടെ പേരാണ് സൈലൻസ്. ജപ്പാനിൽ ക്രിസ്ത്യൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇറ്റലിയിൽ നിന്ന് വന്ന പ്രീസ്റ്റ് ക്രിസ്ത്യാനിറ്റി കൂടുതൽ വളർത്തുവാനും റിലീജിയൻ കൂടുതൽ ശക്തമാക്കാനും ശ്രമിച്ചു. പക്ഷേ ജപ്പാൻ ഗവൺമെന്റ് അയാളെ തടവിലടക്കുകയും അതിനു പകരമായി നോട്ടീസ് ഇറ്റലിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് വായിച്ച ഇറ്റാലിയൻ പുരോഹിതൻ അവരുടെ 2 ശിഷ്യന്മാരെ ജപ്പാനിലേക്ക് അയക്കുവാൻ ശ്രമിക്കുകയാണ്. അവര് പോകാമെന്ന് പ്രീസ്റ്റിനോട് പറയുന്നു. പക്ഷേ ജപ്പാനിൽ കൊടൂരമായ പ്രശ്നങ്ങൾ നടക്കുന്നുവെന്നും അവരെ പറഞ്ഞയച്ചാൽ അതൊരു വൻ ആപത്തായി മാറുമെന്നും പ്രീസ്റ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പോകാൻ പ്രീസ്റ്റ് അനുവദിച്ചില്ല. പുരോഹിതന്റെ വാക്കു കേൾക്കാതെ 2 ശിഷ്യന്മാരും ജപ്പാനിലേക്ക് യാത്ര തുടങ്ങി. കടൽ മാർഗം അവർ ജപ്പാനിലെത്തുന്നു. ഇതേ സമയം ജപ്പാനിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ളവരെ കൊടൂരമായി കൊല്ലുന്ന രംഗമാണ് കാണുന്നത്. അവരുടെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയും തീയിൽ കത്തിക്കുകയും കടലിൽ കെട്ടി നിർത്തി വെള്ളം കുടിപ്പിച്ചും കൊല്ലുന്നു. ഇതെല്ലാം കണ്ട് പുരോഹിതൻ മനം നൊന്ത് വിഷമിക്കുകയാണ്. ജപ്പാനിലെ വിശ്വാസികൾക്ക് ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ക്രിസ്ത്യൻ ആരാധകന്റെ ഫോട്ടോയിൽ ചവിട്ടി നിൽക്കണമായിരുന്നു. ഫോട്ടോയിൽ ചവിട്ടിയ എല്ലാ വിശ്വാസികൾക്കും അവർ ശിക്ഷയിൽ ഇളവ് കൊടുത്തു. ഇറ്റലിയിൽ നിന്ന് വന്നവരിൽ ഇവനാണ് നമ്മുടെ ഹീറോ. നാട് കടന്നു വന്ന അവർക്ക് വഴി കാണിക്കാനായിട്ട് ഒരു വൃദ്ധൻ അവരുടെ മുമ്പിൽ ഗുഹകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഹീറോ ആദ്യം വന്നെത്തിയ വില്ലേജിൽ അവിടുത്തെ പ്രദേശവാസികളെ വിളിച്ചു കൂട്ടുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് പ്രദേശവാസികൾ നമ്മുടെ ഹീറോയെ ദൈവമായി കണക്കാക്കുന്നു. അവരോട് പുറത്തു നിൽക്കുന്നത് ആപത്താണെന്നും വീട്ടിനകത്ത് തന്നെ നിന്നാൽ മതിയെന്നും പറഞ്ഞ് ഗ്രാമവാസികളെല്ലാവരും യാത്രയാകുന്നു. പക്ഷെ ഇതൊന്നും തന്റെ 2ാമത്തെ ശിഷ്യൻ കേൾക്കാൻ റെഡിയായില്ല. അയാൾ പലതും പറഞ്ഞ് ഹീറോയെ ദേഷ്യപ്പെടുത്തുകയും അവസാനം അവർ വീട് തുറന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ദൂരത്ത് നിന്ന് 2 പേർ നോക്കി നിൽക്കുന്നത് അവർ കണ്ടു. ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും കൂടുതൽ ആൾക്കാരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി അവർ അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങി. ഇവിടെയും നമ്മുടെ ഹീറോ പ്രാർത്ഥനകൾ നടത്തിയും അവർക്ക് വേണ്ടിയുള്ള പല സഹായങ്ങളും ചെയ്ത് അവരുടെ മനം കവർന്നു. അവരും ഇദ്ദേഹത്തെ ദൈവത്തെ പോലെ കണക്കാക്കി തുടങ്ങി. ക്രിസ്ത്യൻ മതത്തെ എതിർത്ത് പുരോഹിതന്റെ ഫോട്ടോയിൽ ചവിട്ടി ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞ ഒരു യുവാവിനെ നമ്മുടെ ഹീറോ ഇവിടെ കാണുന്നു. അവനോട് ഒരു രീതിയിലും ഹീറോ അടുക്കുന്നില്ല. അവന് വേണ്ടി ഒരു പ്രാർത്ഥന പോലും നമ്മുടെ ഹീറോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അവൻ ക്രിസ്ത്യൻ മതത്തിൽ അന്ധമായ വിശ്വാസമുള്ളവനായിരുന്നു. അവൻ അവന്റെ നിലപാടുകൾക്കെതിരായിട്ട് നിന്നതേയില്ല. ജപ്പാൻ ഫോഴ്സ് അവനോടൊരിക്കൽ പറയുകയുണ്ടായി, നിനക്ക് ശിക്ഷ വേണ്ടെങ്കിൽ നീ പുരോഹിതന്റെ ഫോട്ടോയിൽ ചവിട്ടി നിൽക്കണമെന്ന്. അത് അവൻ സ്വീകരിക്കാത്തതിനാൽ അവന്റെ ഫാമിലിയെ മുഴുവനായിട്ട് അവർ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. അതിനുശേഷം മനസ്സില്ലാ മനസ്സോടെ അവൻ ആ ഫോട്ടോയിൽ ചവിട്ടി. അതിനുശേഷം അവന്റെ ശിക്ഷ ജപ്പാൻ ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തെങ്കിലും അവന് മാനസികമായിട്ട് ചില പ്രോബ്ലംസ് കണ്ടു തുടങ്ങി. പുതിയതായി ഒരാൾ ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും അയാൾ ഒരു പുരോഹിതനാവാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയ ജപ്പാൻ ഗവൺമെന്റ് നാടൊട്ടാകെ വിളംബരം ചെയ്യുകയാണ്. പുരോഹിതനെ കണ്ടെത്തി തരുന്നവർക്ക് 300 നാണയം തരാമെന്നും അയാളെ കണ്ടെത്താൻ സഹായിച്ചിട്ടില്ലെങ്കിൽ 4 പേരെ ഇതിനകം ക്രൂരമായി കൊല്ലുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ആശങ്കയിലായ ഗ്രാമവാസികൾ ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. പുരോഹിതനെ കാണിച്ചു കൊടുത്താൽ ക്രിസ്ത്യൻ മതം വളരില്ല എന്നും അവരുടെ നാടിന് തന്നെ അത് ആപത്താണെന്നും അവർ മനസ്സിലാക്കി. പകരം 4 പേരായിട്ട് വധിക്കപ്പെടാൻ അവർ തയ്യാറായി. അതിൽ ഒരാളായിട്ട് വൃദ്ധൻ പോകാമെന്നും ബാക്കിയുള്ള 3 പേര് ആരാകുമെന്നുമുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അതിൽ വൃദ്ധനും മറ്റു 2 പേരും സമ്മതിച്ചു. 3ാമത് വരാൻ പോകുന്നത് ക്രിസ്ത്യൻ മതത്തെ എതിർത്ത് നിന്ന പ്രീവിയസ് ക്യാരക്ടറാണ്. അയാൾ ഒരുപാട് വിസമ്മതിച്ചെങ്കിലും അവസാനം അതിനയാൾ തയ്യാറായി. അവരെ 4 പേരെയും ജപ്പാൻ ഗവൺമെന്റ് ബന്ദികളാക്കിയ ജപ്പാൻ ഗവൺമെന്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ഫോട്ടോയിൽ നിങ്ങൾ ചവിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അവർ അതിന് തയ്യാറായില്ല. നിങ്ങൾ അതിൽ ചവിട്ടിയാൽ മാത്രം പോരാ, ഈ കുരിശിൽ തുപ്പുകയും വേണമെന്ന് അവരോട് പറഞ്ഞു. അവർ 3 പേരും റെഡിയായില്ല. പക്ഷേ മുമ്പ് ക്രിസ്ത്യൻ മതത്തെ എതിർത്ത അയാൾ അതിന് തയ്യാറായി. അയാൾ കുരിശിൽ തുപ്പുകയും അയാളുടെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള 3 പേരെയും അവർ കടലിൽ ബന്ദികളാക്കി. അവർ വെള്ളം കുടിച്ച് മരിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ഒരുപാട് തവണ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 2 പേർക്ക് അതിന് സാധിച്ചില്ല. 2 പേർ മരണപ്പെട്ടു. 3ാമത് ബന്ദിയായ അയാൾ അന്നേ ദിവസം പിടിച്ചു നിന്നു. 2ാമത്തെ ദിവസം വിശപ്പ് സഹിക്കാൻ വയ്യാതെ അയാളും മരണപ്പെട്ടു. മരിക്കുന്നവരെ കണ്ട് ഹൃദയം പൊട്ടുന്നുണ്ടെങ്കിലും ഹീറോ അത് പുറത്തു കാണിച്ചില്ല. മരിച്ചവരുടെ ബോഡി ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു. ഇതേ സമയം ദൈവം
നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ തലയിൽ കൈവച്ച് നിൽക്കുന്നത് കാണാം. ഇനി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഇതുപോലുള്ള പല പല സംശയങ്ങൾ ഹീറോയെ മാനസികമായി തളർത്തുകയാണ്. ഇതെല്ലാം കണ്ട് രണ്ടാമത്തെ ശിഷ്യൻ അവരോട് തിരിച്ചു പോവാമെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ കാണാതായ പാസ്റ്ററെ കണ്ടുപിടിച്ചിട്ടല്ലാതെ ഞാൻ വരില്ല എന്ന് ഹീറോ അവരോട് പറയുന്നു. ഹീറോ അടുത്ത വില്ലേജിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. അടുത്ത വില്ലേജിലെത്തിയ ഹീറോ നെട്ടി. വില്ലേജ് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. തളർന്നു കിടന്ന ഹീറോ അല്പസമയത്തിന് ശേഷം നടക്കുകയാണ്. പെട്ടെന്നാണ് താഴ്ചയിലേക്ക് ഹീറോ വീണു പോകുന്നത്. വീണു കഴിഞ്ഞ ഉടൻ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരുന്നു. അത് നമ്മുടെ ക്രിസ്ത്യൻ വിരോധിയായിരുന്നു. അയാൾ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അല്പസ്വല്പം ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അതൊന്നും നമ്മുടെ ഹീറോ സ്വീകരിച്ചില്ല. ഹീറോയോട് അവൻ പറയുന്നു, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് ഇവിടുന്ന് പോകാം. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിക്കാത്ത ഹീറോ തളർന്നിരിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും നടക്കാൻ ഇറങ്ങി. അവിടെ നിന്ന് സ്ഥലം മാറി അടുത്ത സ്ഥലത്തേക്കുള്ള നടത്തയാത്രയാണ്. അവൻ ഹീറോക്ക് കൊടുത്ത ഒരു ജലപാനവും ഹീറോ സ്വീകരിച്ചില്ല. തളർന്നു വീണ ഹീറോ അടുത്തൊരു കാട്ടരുവി കാണുകയും അവിടെ പോയി വെള്ളം കുടിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മുടെ സിനിമയുടെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതാ വരുന്നു ജപ്പാൻ ഗവൺമെന്റ് നമ്മുടെ ഹീറോയെ ബന്ദിയാക്കി. സമയവും കാലവും അറിയാതെ സഞ്ചരിച്ച അവൻ അവസാനമാണ് അത് കാണുന്നത്. വെള്ളത്തിലേക്കൊരു കണ്ണാടി പോലെ നോക്കിയ അവന്റെ മുഖം ഭയാനകമായിരിക്കുന്നു. നമ്മുടെ ക്രിസ്ത്യൻ വിരോധി അയാളെ വീണ്ടും ചതിച്ചു. ബന്ദികളായവരുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ ഹീറോയെ കൊണ്ടുപോയത്. പക്ഷെ അവർ സന്തോഷത്തിലായിരുന്നു. തന്റെ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ മരിക്കുന്നത്, അതുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ബന്ദികളുടെ ഇടയിലേക്ക് അയാൾ വന്നു. ജപ്പാൻ മേധാവി. അയാൾ നമ്മുടെ ഹീറോയെ ഗംഭീരമായി വരവേൽക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ നിന്നെയാണ് കാത്തിരുന്നത്, എവിടെയായിരുന്നു നീ? ഹീറോയെ അവർ ഒന്നും ചെയ്യില്ലെന്നും പകരം പാവപ്പെട്ട ബന്ദികളെ ക്രൂരമായി കൊല്ലുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. നീ അത് കണ്ട് സങ്കടപ്പെടണം. നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഒരു പ്രീസ്റ്റിനുള്ള ശിക്ഷ ഇവരെല്ലാം കണ്ടതിനേക്കാളും അപ്പുറമായിരുന്നു. അവർ പറയുന്നത് മനസ്സിലാക്കാൻ ഹീറോയുടെ കൂടെ ഒരു ട്രാൻസ്ലേറ്ററെ വെച്ചു കൊടുത്തു. ഇതെല്ലാം ജപ്പാൻ ഗവൺമെന്റിന്റെ നയതന്ത്രങ്ങളായിരുന്നു. ജപ്പാൻ ഗവൺമെന്റ് അയാളോട് പറഞ്ഞു, നീ നിന്റെ മതം മാറിയാൽ നിന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. ഹീറോ അതിന് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ ഒരു കുതിരപ്പുറത്ത് കയറ്റുകയും നാടാകെ ചുറ്റിക്കുകയും ചെയ്തു. നാട് ചുറ്റുന്നതിനിടെ ഇടത്തു നിന്നും വലത്തു നിന്നും കല്ലേറായിരുന്നു. വേദനകളെല്ലാം അയാൾ സഹിച്ച് കടിച്ചു പിടിച്ചു നിന്നു. ജപ്പാനിലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണമെന്ന് ഹീറോയോട് സംസാരിക്കുന്നു. അയാളെ ബന്ദിയാക്കി ഇവരുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അവരോട് ജപ്പാൻ മേധാവി പറയുന്നു, നിന്റെയൊക്കെ ക്രിസ്ത്യൻ മതം പോർച്ചുഗൽ, സ്പെയിൻ എന്നിവ പോലുള്ള രാജ്യങ്ങളിൽ നടക്കുമെങ്കിലും നമ്മുടെ ജപ്പാൻ രാജ്യത്ത് നടക്കില്ല എന്ന് അയാളോട് തറപ്പിച്ചു പറയുന്നു. നീ ക്രിസ്ത്യൻ മതം മാറാൻ തയ്യാറായാൽ നിനക്കുള്ള ശിക്ഷ ഇവിടെ വെച്ച് നിർത്തലാക്കുമെന്നും അയാളെ അറിയിച്ചു. ജപ്പാനിൽ നിങ്ങളുടെ മതം ഒരു വേസ്റ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, അതിവിടെ വളർത്താൻ ഞാൻ സാധിക്കില്ല, ജപ്പാൻ മേധാവി പറയുന്നു. ഇതെല്ലാം കേട്ട ജപ്പാൻ മേധാവിയോട് നമ്മുടെ ഹീറോ ധിക്കരിച്ചുകൊണ്ട് പറയുന്നു, ഈ രാജ്യത്ത് 3 ലക്ഷം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, അവരെല്ലാം കൊടൂരമായി കൊന്നത് നിങ്ങളാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ, എന്തു ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ്. നീ അധിക പ്രസംഗം പറയുന്നു ധിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ മേധാവി അവനെ ജയിലിലടക്കാൻ ഉത്തരവിട്ടു. ജയിലിൽ അകപ്പെട്ടതിന് ശേഷം നമ്മുടെ ഹീറോയുടെ മാനസിക ആരോഗ്യം വളരെ മോശപ്പെട്ടതായി മാറി. നമ്മുടെ ക്രിസ്ത്യൻ വിരോധി അയാളെ രക്ഷിക്കാനായി പുറത്തുനിന്ന് അലറിക്കരഞ്ഞു വരികയും ഓടി. ഉടനടി അയാളെ ജപ്പാൻ ഗവൺമെന്റ് അറസ്റ്റിലാക്കുകയും ചെയ്തു. അയാളെ നമ്മുടെ ഹീറോയോടൊപ്പം ജയിലിലടച്ചു. നമ്മുടെ ഹീറോ നമ്മുടെ ക്രിസ്ത്യൻ വിരോധിയെ മനസ്സിലാക്കുകയും അയാളോട് നന്ദി കാണിക്കുകയും ചെയ്തു. അടുത്ത സീനിൽ ജപ്പാൻ ഫോഴ്സ് കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യരെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. എന്തിനെന്ന് വെച്ചാൽ അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോയിൽ ചവിട്ടി അവരെ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമമായിരുന്നത്. അവർ പിന്തിരിയില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ജപ്പാൻ ഗവൺമെന്റ് മേധാവി ഒരാളുടെ തല വെട്ടിമാറ്റുന്നു. അതിനുശേഷം കുറെ കാലം ജയിൽ അടച്ചിടുകയും പിന്നീട് ഒരാളെ പുറത്തേക്ക് വിളിക്കുകയും ചെയ്തു. അയാളോട് വീണ്ടും അതേ ആവശ്യം ജപ്പാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അയാൾ അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോയിൽ ചവിട്ടുകയും അയാളുടെ ശിക്ഷ ജപ്പാൻ ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അയാൾ ഓടി രക്ഷപ്പെടുന്ന ഒരു രംഗം നമുക്ക് ഈ സീനിൽ കാണാം. അടുത്ത ദിവസം ജപ്പാൻ മേധാവി നമ്മുടെ ഹീറോയോട് പണ്ട് സംഭവിച്ചിരുന്ന പല കാര്യങ്ങൾ പറയുകയും ക്രിസ്ത്യൻ മതത്തെ എങ്ങനെയൊക്കെ അടിച്ചോടിച്ചുവെന്ന് ഇതിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ഹീറോയെയും കൊണ്ട് ജപ്പാൻ മേധാവി കടൽ തീരത്തേക്ക് പ്രവേശിക്കുകയാണ്. കുറെ ഗ്രാമവാസികളെയും ഇവർ കൂട്ടിയിരുന്നു. അവൻ അവിടെ എത്തിയതിനു ശേഷമാണ് അവൻ ആ കാഴ്ച കണ്ടു നെട്ടുന്നത്. അതിൽ അവന്റെ രണ്ടാമത്തെ ശിഷ്യനുണ്ടായിരുന്നു. അതിൽ പല ആളുകളെയും ബന്ദിയാക്കി ബോട്ടിലേക്ക് കൊണ്ടുപോവുകയും ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ജപ്പാൻ ഗവൺമെന്റ് രണ്ടാം ശിഷ്യനോട് പറയുന്നു, നീ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പുറത്തു പോവാൻ തയ്യാറായാൽ നിന്റെ ശിക്ഷ ഞങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറയുന്നു. പക്ഷെ അവൻ അതിന് തയ്യാറാവുന്നില്ല. അവൻ അതിനെ എതിർത്ത് പോവുകയും എതിർക്കുന്ന അവനെ ജപ്പാൻ മേധാവി കൊലപ്പെടുത്തുന്നു. അടുത്ത സീനിൽ നെഞ്ചു പൊട്ടിക്കരയുന്ന ഹീറോയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം എന്തിനാണ് എനിക്ക് കാണിച്ചു തരുന്നത്? ദൈവമില്ലയോ? ഇങ്ങനെ പല പല ആശയങ്ങൾ അയാളുടെ മനസ്സിലൂടെ
മുമ്പ് പകുതി മാനസികാരോഗ്യം തളർന്ന ഹീറോ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാനസികമായിട്ട് തളർന്നിരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയെയും കൂട്ടി ഒരു ബുദ്ധമതത്തിലേക്ക് പോവുകയാണ് ഇവർ. ഇത്രയും കാലം തേടിയിരുന്ന അയാളുടെ പ്രീസ്റ്റിനെ അയാൾ അവിടെ കണ്ടെത്തി. അവര് രണ്ടുപേരും കുറച്ചു നേരം നിശബ്ദമായി നിന്നു. അതിനുശേഷം പരസ്പരം ബന്ധമില്ലാത്ത പല കാര്യങ്ങളും അവർ പറയുന്നു. ഇവിടെയാണ് കഥയിലെ മെയിൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇത്രയും കാലം അവർ പ്രീസ്റ്റിനെ പിടിച്ചു നിർത്തിയത് ക്രിസ്ത്യൻ മതത്തിനെതിരായിട്ട് പുസ്തകം എഴുതാനും അതിനെപ്പറ്റി പ്രചരിപ്പിക്കാനുമായിരുന്നു. അവർ തമ്മിൽ പല വാക്കുതർക്കങ്ങൾ ഉണ്ടായി. തന്റെ പ്രീസ്റ്റ് അവരാരാധിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോയിൽ ചവിട്ടുന്ന രംഗം നമുക്ക് ഈ സീനിൽ കാണാം. അതുകൊണ്ട് തന്നെ അവർക്ക് പല നീച പ്രവർത്തനങ്ങളും തന്റെ ഗ്രാമപ്രവാസികളിൽ നിന്ന് നേരിടേണ്ടി വന്നു. ഹീറോ ഗ്രാമവാസികളിൽ നിന്ന് ഏറ്റ അതേ കല്ലേറ് പ്രീസ്റ്റിനും ഏൽക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഹീറോയോട് തന്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പുറത്തേക്ക് വരാൻ പ്രീസ്റ്റ് പറയുന്നു. അങ്ങനെ അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ നെട്ടിച്ച കാഴ്ച കണ്ടു. ചെവി മുറിച്ചു മാറ്റപ്പെട്ട 4 മനുഷ്യർ. നിന്റെ ഗതി ഇതുപോലെ ആവാതിരിക്കാൻ നീ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് നിൽക്കണമെന്ന് അവനോട് പ്രീസ്റ്റ് പറഞ്ഞു. അതുപോലെ ജീസസിന്റെ ഫോട്ടോയിൽ ചവിട്ടാനും അവരോട് അവൻ ആവശ്യപ്പെട്ടു. അവനത് ചെയ്യാൻ തീരെ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം മനംനൊന്ത് അവൻ അതിന് തയ്യാറാവേണ്ടി വന്നു. ആ ഗ്രാമവാസികൾ എല്ലാവരും നമ്മുടെ ഹീറോക്ക് എതിരായിട്ട് മാറുന്നു. 250 വർഷത്തിനുള്ളിൽ അവസാനമായി വന്ന പ്രീസ്റ്റ് നമ്മുടെ ഹീറോ ആയിരുന്നു. ഇതിനുശേഷം തടങ്കലിൽ അകപ്പെട്ട പ്രീസ്റ്റ് മരിക്കുകയും അയാളുടെ ജോലി നമ്മുടെ ഹീറോ ഏറ്റെടുക്കുകയും ചെയ്തു. ക്രിസ്ത്യാനിറ്റിക്ക് വിരോധമായി പലതും എഴുതാൻ നമ്മുടെ ഹീറോ നിർബന്ധിതനായി. അതിനുശേഷം അവിടെയുള്ള ഒരു പ്രീസ്റ്റ് മരിക്കുകയും അദ്ദേഹത്തിന്റെ വൈഫിനെ കൊണ്ട് നമ്മുടെ ഹീറോയെ കെട്ടിക്കുകയും ചെയ്യുന്നു. ഓരോ മാസങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഹീറോയെ കൊണ്ട് ജീസസിന്റെ ഫോട്ടോയിൽ ചവിട്ടാൻ അവർ നിർബന്ധിതനാക്കി. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാന സമയം നമ്മുടെ ഹീറോ സമാധിയാകുന്നു. മരണത്തിന് ശേഷം ഹീറോയുടെ വൈഫ് അടുത്തു വന്നെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും വീണില്ല. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് നമ്മുടെ ഹീറോയെ ജപ്പാൻ സമുദായത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അവനെ കത്തിക്കുന്നു. കത്തി ജ്വലിച്ചിരിക്കുന്ന സമയത്തും നമ്മുടെ ഹീറോയുടെ കയ്യിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സിമ്പൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതിൽ നിന്നെന്ത് മനസ്സിലാക്കാം? അയാൾ തന്റെ മതത്തെ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു. ഈ കഥയുടെ എൻഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. പുതിയ കഥകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.